ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷെൻസ വ്ലോഗ്. അപ്പൊ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗ് ആണ്. അപ്പൊ കോഴിക്കോടാണ് ഞങ്ങൾ പോണത്. ഇന്ന് എന്റെ കൂടെ എലിനും ഉണ്ട്, പിന്നെ ഹനി ഉണ്ട്, ഞങ്ങള് മൂന്നാളാണ് ഇന്ന്. ഞങ്ങളെ അമ്മച്ചൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോണത്. അപ്പൊ നമുക്ക് കോഴിക്കോട്ടൊക്കെ പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി കുട്ടി ഷോപ്പിങ്സിന്. അപ്പൊ നമുക്ക് അതിൽ ഇന്ന് പോകട്ടോ. അപ്പൊ ഞങ്ങളും കൂടി കയറിയതാണ് കൂട്ടത്തില്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകല്ലോ. സൂപ്പർ കയ്യില് ബോൾ ഉണ്ടായതുകൊണ്ടാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കാരണം എന്നാലും നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് എന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുള്ളൂ. അപ്പൊ ഗൈസ് ഞങ്ങള് പോവാണ് കാറില്. ഒരാൾക്ക് നോമ്പാണ്. അപ്പൊ ഞങ്ങൾ മാളിലെത്തിക്കണ്ടാ. ഞങ്ങള് കോഴിക്കോട് ഹൈലൈറ്റ് മാളാണ്. എന്തുണ്ട് അവിടെ? ഞങ്ങള് മാളിലെത്തിക്കണ്. വണ്ടി എല്ലോ പോട്ടെ. അപ്പൊ ഞങ്ങള് മാളിന്റെ ഉള്ളിൽ കയറാൻ നിൽക്കുകയാണ്. ഡ്രസ്സുണ്ട് ഫസ്റ്റ്. ഞങ്ങൾ അമ്മച്ചുണ്ടാണ് വെല്ല വെല്ല വരുന്നുണ്ട്. നമുക്ക് കയറാം. മടിയിട്ട് ഒന്നിച്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് കയറി പോകാം. സ്പീഡിൽ മേലെത്തി. നമുക്ക് നമ്മളെ അമ്മച്ചിനെ വെയിറ്റ് ചെയ്യണ്ട. അമ്മച്ചിനെ വെയിറ്റ് ചെയ്യണ്ടേ? നമ്മളെ അമ്മമാരൊക്കെ വെയിറ്റ് ചെയ്യണം. നീ കൂടി ഒന്ന് ഇറങ്ങി പോലെ ബാക്കിലാണ്. അനിയ തന്നെ പോയ സമയത്ത് ഇതായിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അടുത്ത സെക്ഷൻ ഇതിൻ്റെ മേലത്തെ സെക്ഷനിൽ പോവാണ്. അപ്പോൾ ഇനി ഇവിടെ ഈദ് പ്രമാണിച്ച് ഓഫർ ഇടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ മേലെ പോവാണ്. എൻ്റെ കുട്ടികളാ എൻ്റെ കൂടെ ഞങ്ങളിവിടെ എല്ലുണ്ട്. അപ്പൊ ഞങ്ങളെ മൈക്ക് അതിന്റെ ഇടക്ക് ഓഫായിട്ടോ. അത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്നീ. പിന്നെ ഞങ്ങൾ അവിടെ ടോയ്സിന്റെ ഷോപ്സ് ഉണ്ട്. അപ്പൊ ഷോപ്പിൽ വെറുതെ ഒന്ന് കയറിയൊക്കെ ഒന്നും വാങ്ങിയിട്ട് തന്നില്ല. അവിടെ ഫുള്ള് സോഫ്റ്റ് ടോയ്സ് ആയതുകൊണ്ട് എൻ്റെ കുറെ അങ്ങനത്തെ ഉണ്ട്. പക്ഷെ അപ്പൊ ഇനി പറഞ്ഞാൽ വെച്ച് വാങ്ങിത്തില്ല, കാരണം കുറെ ഉള്ളതല്ലേ. ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ വെറുതെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി. നമുക്ക് ആ പെങ്കിന്റെ ടോയ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പക്ഷെ മെച്ചോടെ വെച്ചിട്ട് വെച്ച് പറഞ്ഞൊക്കെ ഉള്ളതല്ലേ വാങ്ങി തരില്ല പറഞ്ഞു. അപ്പൊ ഇടക്കിടക്ക് മേടിച്ചെല്ലാക്കാണ്. അങ്ങനെ മേടിച്ച് കുറെ ആയിട്ട് അത് ഫുള്ള് സോഫ്റ്റ് ടോയ്സ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് എന്താ പറയാ അവിടെ ഫുള്ള് എത്തി. പിന്നെ മദർ കെയർ പോയിട്ടോ. മദർ കെയറിൽ എൽഡോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ മദർ കെയറിൽ പോയി. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ കുറച്ച് ഇങ്ങനെ അവിടെ ഒക്കെ കറങ്ങി നടന്നിട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തപ്പി കുറച്ച് കഴിഞ്ഞപ്പോൾ ഓല് പറഞ്ഞു അവിടെ വീഡിയോ അലൗഡ് അല്ലാന്ന്. ഓല് കാണാതെ കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തതിന് ശേഷമാണ് ഓല് പറഞ്ഞത്. അവിടെ ഇങ്ങനെ എടുത്ത് അവിടെ നിന്ന് എൽഡോക്ക് 2-3 ഡ്രസ്സസ് ഒക്കെ വാങ്ങിന്ന്. അവിടെ നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ട് കട. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങള് ഇവിടെ മാമാർത്ത് പോയിട്ടോ. മാമാർത്തുനിന്ന് ഫേസ് ക്രീമും അതുപോലെ സൺസ്ക്രീനും വാങ്ങാനും ബോഡി ലോഷനും മേടിക്കാന് ഞങ്ങള് മാമാർത്ത് പോയി. അവിടുന്ന് ഞങ്ങളെ
എൻ്റെ അമ്മച്ചി മോൾട്ടിയും പറഞ്ഞു നീ കുട്ടികൾക്കായിട്ടുള്ള കുറച്ച് ഫേസ് വാഷും ഫേസ് ക്രീമും ബോഡി ലോഷനൊക്കെ മേടിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്, സൺസ്ക്രീൻ ഒക്കെ മേടിച്ചു തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ മാമാർത്ത് പോയിട്ട് അവിടുന്ന് ഇതൊക്കെ മേടിച്ചിട്ടോ. അവിടെ കിഡ്സിനായിട്ടുള്ളതാണ്, അപ്പോൾ കിഡ്സിനാണ് ഞങ്ങൾ മേടിച്ചത്. നല്ല സോഫ്റ്റ് ആണെന്നൊക്കെ ഓല് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങളത് മേടിച്ച് എനിക്കും അനിയക്കും കഴിഞ്ഞിട്ട് ഞങ്ങളത് മേടിച്ചത്. പിന്നെ എന്താ പറയുക, അത് മേടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കവറാണ് ഈ കാണിക്കണത്. എനിക്ക് അവിടുത്തെ ഈ മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് സബാമെഡിൻ്റെ ബോഡി ലോഷനും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സബാമെഡിന് ഇനി ഇതുവരെ യൂസ് ചെയ്തത്. എൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്തുണ്ടായിരുന്നു മാമാർത്തിൻ്റെത്. ഉമ്മച്ചിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടമായപ്പോൾ എനിക്ക് മേടിച്ചിരുന്നു, അങ്ങനെ മേടിച്ചത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങിട്ടാ ഇനി നമുക്ക് നോമ്പ് ഇറക്കാനും വേണ്ടി ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയതിൻ്റെ ശേഷം അപ്പോൾ നമുക്ക് ഇനി നോമ്പ് ഇറക്കാൻ ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയതിൻ്റെ ശേഷം നമുക്ക് അവിടെ കോഴിക്കോട് കംപ്ലീറ്റ് കറങ്ങണം. ഗോകുലത്തിലും കൂടി ഇനി കയറണം കേട്ടോ. ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. ഈ ബീച്ചിലെത്തിയ ശേഷം കാണാം. ടാറ്റാ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. എന്നിട്ട് ഞങ്ങൾ ആദാമിൻ്റെ ചാക്കടി കയറിയിട്ട് ഞങ്ങൾ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് ഒക്കെ അവിടുന്ന് ചൂസ് ചെയ്തിട്ടെടുത്ത്. സ്നാക്സും ജ്യൂസും കട്ട് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അവിടുന്ന് മേടിച്ചു തന്നെയാണ്. പിന്നെ ഞങ്ങൾ പ്ലേറ്റ് ഗ്ലാസ് അതൊക്കെ പേപ്പർ ഗ്ലാസ് ഒക്കെ മേടിച്ച് എന്നിട്ട് ഞങ്ങളെ ബീച്ചിക്ക് അത് കൊണ്ടുപോയിട്ട് നോമ്പ് തുറക്കാൻ. അങ്ങനെ ഞങ്ങൾ ആദാമിൻ്റെ ചായക്കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കോപ്പർ കിച്ചണിൽ പോയിട്ടോ. കോപ്പർ കിച്ചണിൽ പോയത് ഞങ്ങൾ ഹലീം മേടിക്കാനായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ഹലീം ആർക്കും ഇഷ്ടപ്പെടില്ലാന്ന്. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹലീം കഴിഞ്ഞിട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ സെൽഫ് വ്ലോഗ് ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ഷേക്കിംഗ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കാരണം എനിക്ക് സെൽഫ് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫ് വ്ലോഗ് തന്നെ ചെയ്തിരുന്നത്. അതുകൊണ്ട് ശരിക്കും ആർക്കും കാണൂല, കാരണം ഞാൻ ഇങ്ങനെ കുലുക്കിയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ ബീച്ചിലെത്തി. അവിടെ ഞങ്ങൾ കംഫർട്ടൊക്കെ വിരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കംഫർട്ടൊക്കെ വിരിച്ചിട്ട് നോമ്പറക്കാൻ റെഡി ആവാണ്. ഞങ്ങൾ പ്ലേറ്റൊക്കെ വെച്ച് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ പുറത്തൊക്കെ എടുത്തിട്ട് ഞങ്ങളൊക്കെ നോമ്പ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടാ. കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോമോസും ഹലീമും. പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ അവിടെ അടുത്തുള്ളൊരു പള്ളി. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ പള്ളിയിലാണുള്ളത്. ഉമ്മച്ചി പോലെ നിസ്കരിക്കാൻ കേട്ടോ. ഇവിടെ നിസ്കരിക്കാണ് ഉമ്മച്ചി. ഹനിയ ഓളമ്മച്ചിൻ്റെ ഇപ്പോൾ എല്ലോൻ്റെ ഇപ്പോൾ എവിടേക്കോ പോയിക്കണ്. നമുക്കെൻ്റെ ഹെയർ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത് ചെറിയൊരു ഓടിട്ട് തന്നെ നമുക്കെൻ്റെ ഹെയർ ഒന്ന് സെറ്റാക്കട്ടെ. തോന്നുന്നില്ല കേട്ടോ ഗൈസ്, ഇവിടെ കുറേ താത്തമാരും എല്ലാവരും ഉണ്ട്. ഞാൻ ഒറ്റ കൂടെ വീഡിയോ എടുക്കാനും വെച്ചിട്ടുണ്ടായിട്ടാണ്. ഇവിടെ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഈ കാറിലെത്തിയിട്ട് ഞാൻ അടുത്ത വിശേഷം കൊടുക്കാം. ഞങ്ങളടുത്ത് ഗോകുലത്തേക്കാണ് പോകുന്നത്. ഗോകുലത്തിൽ വെസ്റ്റ് സൈഡ് പോകണം. അപ്പം നമുക്ക് ഗോകുലത്തിൽ നിന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ഗോകുലത്തിലെത്തിട്ടോ. പിന്നെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ മാത്രം പോയിട്ടുള്ളൂ, കാരണം സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേഗം വീട്ടിലെത്തണമായിരുന്നു. പിന്നെ ഞങ്ങൾ വെസ്റ്റ് സൈഡ് കയറിയിട്ട് അവിടുന്ന് എനിക്കധികം ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് അനിയക്ക് എടുത്തിരുന്നു. അനിയക്കും പിന്നെ അനിയക്കും എല്ലിനൊക്കെ ആയിരുന്നു എടുത്തിരുന്നത് കേട്ടോ. എനിക്ക് എടുത്തിട്ടില്ല ഇനി അവിടുന്ന്, എനിക്കുള്ളത് അവിടുന്ന് കിട്ടിയില്ല. വെസ്റ്റ് സൈഡിലെത്തി. അവിടെ നല്ല രസമുണ്ട് കാണാൻ, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പാകമുള്ളത് അവിടുന്ന് ഒന്നും കിട്ടിയില്ല, കാരണം ഞാൻ അറിയതില്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ബൈ.